ഹീസ് മൈ ഗോഡ് ഫാദർ, ഐ ക്യാൻ സേ ദാറ്റ്. ബിക്കോസ് ഞാൻ റിയാലിറ്റി ഷോയിലുള്ളപ്പോൾ തന്നെ കിട്ടിയ എൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് എം ജെ അങ്കിൾ. അങ്ങനെയാണ് പരിചയപ്പെട്ടിട്ട് എന്നെ ആദ്യമായിട്ട് ദുബായിലൊരു ഷോയ്ക്ക് കൊണ്ടുവന്ന എം ജെ അങ്കിളാണ്. ഗുരുവായൂരിൽ എന്നെ ആദ്യമായിട്ട് പാടിക്കുന്നത് എം ജെ അങ്കിളാണ്. അങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ച് നല്ല പാട്ടുകളും മേലെ മാനത്ത് ഈശോയെ, എൻ്റെ വൺ ഓഫ് ദി ഹിറ്റായിട്ടുള്ള പാട്ടുകളിൽ ഒന്നായിരുന്നു മേലെ മാനത്ത് ഈശോയെ. അത് അങ്ങനെ കുറേ മൂവി സോങ്സും ഒക്കെ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ടെങ്കിലും എം ജെ അങ്കിൾ ഒരു പോയിന്റിൽ വെൻ എവർ ഐ എം സ്റ്റക്ക്, എനിക്ക് എം ജെ അങ്കിളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് എ സൊല്യൂഷൻ. അങ്ങനെയാണ് ഞാൻ ബിന്നി മാമിൻ്റെ അടുത്ത് പഠിക്കാൻ വരെ പോകുന്നത്. കാരണം അതുവരെ ഐ വാസ് സ്റ്റഡിങ് ഒരു ഗ്രൂപ്പായിട്ട് ഉള്ളൊരു മ്യൂസിക് ക്ലാസ്സിലായിരുന്നു പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടൊരു ഫോക്കസ് കിട്ടില്ല. നമ്മൾ എന്താ പാടുന്നതെന്ന് ചിലപ്പോൾ നമ്മളെ മാഷി കേട്ടെന്ന് വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു പോയിന്റിൽ ഇങ്ങനെ എം ജെ അങ്കിളായിട്ട് സംസാരിച്ചപ്പോഴാണ് എം ജെ അങ്കിൾ പറഞ്ഞത് ഒരു പാട്ടുകാരിക്ക് ഒരു ഫീമെയിൽ ടീച്ചർ തന്നെ വേണം എന്നുള്ളത് എം ജെ അങ്കിൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞിട്ടാണ് സ്റ്റുഡിയോയുടെ തൊട്ടപ്പുറത്താണ് ബിന്യാൻ്റെ വീട് ഉണ്ടായിരുന്നത്. അപ്പം പറഞ്ഞു ഇപ്പം അപ്പുറത്താണ് വീട്, ഇപ്പം തന്നെ പോയി ചോദിച്ചു നോക്ക്, ക്ലാസ് എടുക്കാൻ പറ്റുമോ എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കുക പറഞ്ഞു. അപ്പം തന്നെ ഞാനും അമ്മയും പോയി. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ. അതുകൊണ്ട് അങ്ങനത്തെ ബ്ലസ്ഡ് മൂമെന്റ്സ് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ലക്കുകളൊക്കെ എങ്ങനെ പോയാലും അതിൽ എം ജെ അങ്കിൾ ഒരു ടച്ച് എങ്ങനെയെങ്കിലും ഉണ്ടാവും.